What happened? What?
ini juga കാണിച്ചിരിക്കണതാ അഞ്ജലി അത് കാണിച്ചിരിക്കണതാ അഞ്ജലി കാണിച്ചാവൂല കാണിച്ചാവും ഫുഡേക്കോ ആ കാണിച്ചിരുന്നു ഇല്ലേ അതാ ഇതല്ലേ ഇതല്ലേ ഹെഡ്സെറ്റ് അല്ലേ ഇത് ഓഫ് ആക്കിയിട്ടാണോ ബ്ലൂടൂത്ത് ഓഫ് ചെയ്തോണ്ടാണേ കാറ്റില്ലല്ലേ കേരളത്തില് പുള്ളി പുള്ളി അതല്ല മനസ്സിലായി ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലല്ല എൻ്റെ കാണിച്ചാവില്ല ഇതില് കാണിച്ച ഫോണിൽ കാണിച്ചായിരിക്കും ഇതില് കാണിച്ചാണ് കാണിച്ചില്ല ഇതോ എന്തായി ഉണങ്ങിയതേ ഉള്ളൂ തീർത്താ ഞാൻ ഫസ്റ്റ് മാസം തന്നെ ഇത് ചെയ്ത് അറിയായിരുന്നു കുറെയൊക്കെ ബേസ് ഉള്ളതുകൊണ്ട് അറിയാമായിരുന്നു അവസാനം പാടുണ്ടാക്കി വന്നു സീനിയേഴ്സ് ആരും സേവനം ചെയ്തിട്ടില്ല ഈ ബാച്ചോട്ട് അസൈൻമെന്റ് ആണ് നമ്മളെ ഈ ബാച്ച് ആണ് അസൈൻമെന്റ് അവിടെ സിയാദുണ്ട് പുള്ളിക്കാരുടെ ഫ്രണ്ട് എറണാകുളം ബ്രോക്കർ അപ്പം പുള്ളി ഏതായാലും പറഞ്ഞു അവരെ അറിയത്തില്ല ഈ ബാച്ചോട്ടാണ് തന്നിരുന്നെങ്കിലേ ടൈം വന്നിരുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് പാറ്റേൺ നല്ലൊരു കോൺസെൻട്രേറ്റ് ചെയ്യും പിന്നെ ഇപ്പോഴാണ് ഇത് വന്നത് 7 മറ്റേ പി എ പി അത് ഇപ്പോഴാണ് പിന്നെ കഴിഞ്ഞ മാസം വരെ മറ്റേ 3 അറ്റംപ്റ്റ്
ഈ ബി എഫ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇവിടെ പഠിക്കല്ലേ? എന്തുവാ വേ ആഫ്റ്റർ പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ പഠിക്കല്ലേ? പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എങ്ങനെ 7 7 7 അല്ല അടുത്ത ഇതിന് ഇന്റർവ്യൂവിന് 7 മണിക്കൂർ കിട്ടിയാലേ അത് മാറത്തില്ലേ? അത് മാറും. മാറും. അപ്പം മാറില്ല. അപ്പം പ്ലേസ്മെന്റ് അഷുറൻസ് എന്നുള്ളതേ മാറും. എല്ലാം മാറത്തില്ല. എന്തായാലും എനിക്ക് ഉറപ്പില്ല ഫസ്റ്റ് 7 കിട്ടുമെന്നുള്ളത്. എനിക്ക് നീ ഫസ്റ്റ് ടൈം എത്ര ചെയ്തു? ഈ വയലൻസിൽ ഇപ്പൊ നിൽക്കുക ലാസ്റ്റ് പറഞ്ഞു പാറ്റേൺ കിട്ടി, അറിയാൻ കിട്ടി, പോയി എന്തേലും അറിഞ്ഞോളാത്ത എന്തേലും ചോദിച്ചാൽ ചക്കൂടെ വേണോ? കേട്ടാ നോക്കിയാൽ മതി. ഞാനിപ്പോ ഇവിടുന്ന് പാറ്റേൺ തുടങ്ങുന്നേ ഉള്ളൂ. ഒന്നി ബുക്സ് മാത്രം നോക്കിയാൽ പോലെ ദിവസം നടപ്പുണ്ടല്ലോ. പാറ്റേൺ നോക്കാൻ എനിക്കതാണ് പറ്റുന്നത്. എനിക്ക് ഇതിനുവേണ്ടി മാത്രം എത്തിക്കാൻ പറ്റില്ല. ജോലി കാര്യം ജോലി അതിന് മുമ്പത്തെ കാര്യം നിങ്ങൾക്കാരും ടൈം പീരീഡ് എനിക്കത് നമ്മള് ഓളെ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് പല ഈ അഡ്മിഷൻ എടുത്തിട്ട് നമ്മളായിട്ട് എവിടെ കയറി 1 മാസത്തിന് മെയില് അഡ്മിഷൻ എടുത്തോ? അമീർക്കാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിന്റെ അക്കൗണ്ട് ഉണ്ടോ? നിന്റെ അക്കൗണ്ട് ഉണ്ട് നിന്റെ ഇതില്ല, ഇത് മാറുക. ഇത് മറ്റേ ഫുള്ളും താഴെ പിന്നെ ഫോൺ പറ്റില്ല. മെൻഷൻ വരുമോ? വരും വരും. അയ്യോ അവൻ ലൈവ് ആണോ? എന്ത് ചെയ്യാ എന്താ ഭാവി എന്തായി? ഞാൻ പ്രൈവസി ഇട്ടിട്ടുണ്ടോ? പോയാ ഫോളോ ആക്കിയാൽ അവിടെ കടയുണ്ട് ഇന്ന് വൈകുന്നേരം ചെലവ്. അതാണ് അവിടെ കടയുണ്ട് വൈകുന്നേരം ചെലവ്. അതാ വൈകുന്നേരം എന്റെ പാലം മുറിയാൻ മുറിക്കുകയാണോ? ഇതിന് വേണ്ടിയിട്ട് മുറിക്കുകയാണോ? സട്ടൊക്കെ ഇട്ട് എന്ത് ചാടാൻ? എന്നിട്ട് എന്തായാലും മറ്റേ പഠിച്ചിട്ട് എന്തായി ഞാൻ വീഡിയോ കണ്ടിരിക്കും. ആദ്യം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കൊള്ളായിരുന്നു. ഇംഗ്ലീഷ് അടിപൊളിയായിരുന്നു. കമന്റൊക്കെ കണ്ടായിരുന്നു. ആൻസെന്റ് സൂപ്പർ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ആൻസെന്റ് അതെന്തായി പകീതിയാണോ? അവര് വിളിച്ച് ഡേറ്റ് ആയല്ലോ. സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് വിളിച്ചിട്ട് ആദ്യം വിളിച്ചില്ല. ഫസ്റ്റ് ഡേ വിളിച്ചില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചു. ഡേ കഴിഞ്ഞപ്പം വിളിച്ചില്ല. ഞാൻ വിളിച്ചു പോയി. പക്ഷെ 3 ദിവസം കഴിഞ്ഞാൽ വിളിച്ച് ഞാൻ ചോദിച്ചു. ഞാൻ ചെയ്തില്ല. ഇംഗ്ലീഷിലാണ് വിശ്വാസം. അവർ പറയുന്ന ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കംപ്ലൈന്റ് ഉണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് എഗ്രിമെന്റ് സൈൻ നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് വന്ന് ഞാൻ പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേത് പറഞ്ഞ് ഞങ്ങൾ എന്താ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോകുന്നത്. വന്നിട്ടില്ല. ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ പോയി. പാസ്പോർട്ട് എടുത്തു. പാസ്പോർട്ട് ഉണ്ട് എനിക്ക്. ഒന്ന് അപ്ഡേറ്റ് എടുക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ. അല്ലേ അവരുടെ കമ്പനി ഫേക്ക്. ഞാൻ ഇതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കയറി നോക്കിയതാണ്. ഇതായിരുന്നു അവരുടെ സംഭവം. ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ബാക്കിയുള്ളവരെല്ലാം ചോദിക്കും. ബ്രോയുടെ ഇൻസ്റ്റ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റ അല്ലേ?
ആ ഓക്കെ ആ ആ ഓക്കെ ഇനി വേറെ ആരാ ഉള്ളത് പോസ്റ്റ് ചെയ്തത് കേട്ടാ പിന്നെ ആഡ് ചെയ്യാന്നോ അല്ല അവന്റെ എങ്ങനെ പ്രകാശിന്റെ ഈ ചേട്ടനാണ് വീട്ടിലേക്ക് വീട്ടിൽ പോയേക്കോ ഫുഡ് വൈഫ് ഫുഡ് പിന്നെ പോകണ്ടല്ലോ പിന്നെ അവരുടെ കംപ്ലൈന്റ് ഞാൻ കാണിച്ചില്ല അവരുടെ കംപ്ലൈന്റ് ചെയ്ത് തരാം ഫ്രോം മറ്റേ ഇതെടുത്താൽ മതി ബ്രാവ് എടുത്ത് ആഡ് ചെയ്യുന്നത് ഞാൻ ഒപ്പേറയാണ് യൂട്യൂബാണ് യൂസ് ചെയ്യുന്നത് അല്ല ക്രോമിനകത്ത് ആടില്ല എൻ്റെ റൂമിൽ Extension ആടില്ല ഉണ്ടോ? എക്സ്റ്റൻഷൻ ഉണ്ട് ആടില്ല യൂട്യൂബിലില്ല സ്പോട്ടിഫൈയിലും ഒന്നുമില്ല വേണ്ട മെറിൻ കെ പി സൈബർ ക്രൈം വേണ്ട തെളിവ് എഴുതുന്നുണ്ട് റെഡിലുണ്ടാണോ റെഡിലുണ്ടോ ഇതുണ്ട് ഇതായിരുന്നു ഡേറ്റ് നോക്കി 26 അതാ ഞാൻ കണ്ടത് പറയാൻ Itu penalti.
ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരാൾ പറഞ്ഞായിരുന്നു പഠിക്കുന്നതൊക്കെ 3 weeks ആയിട്ട് റെന്റിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇഷ്യൂ ഉണ്ടാകുന്ന പറഞ്ഞു. ഫീസ് സ്ട്രക്ചർ മാറ്റി അങ്ങനെ കുറച്ച് വിഷയം ഒക്കെ ഉണ്ടായി. ഇങ്ങനെ സർക്കുലർ അവർക്ക് തോന്നുന്നു വിഷയങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാറുണ്ട്. എല്ലാം കേട്ടിട്ട് തന്നെ അന്ന് മൂടാണോ?
Hi friends, welcome to the video lectures on technical C. Now we'll see the concept of patterns in C. So we'll see what are the patterns first. When we write the patterns in C, we mostly use the nested for loops. So here we'll see how we need to write the nested for loops. So that means if I take the I loop and j loop for example, so what is the I loop starts with, what is the j loop starts with, and what is the condition when it has to be incremented, when it has to be decremented, and how you have to do, and in that nested for loops what is the condition to be written, and is there any need to insert one more for loop with another variable. So like these questions, and here we'll see the writing of the program. No? With the easy implementation, it's not like for this pattern how to do, it's like from one pattern how to get the another pattern with easiest way. So I'll write a program for a particular pattern, I'll make some change so that another pattern will come. So we'll learn some tips and tricks so where we can easily implement these patterns. So that is what I want to cover here. And what are the patterns I want to cover? Here you can see. So these sort of the basic patterns first. So how you can implement these patterns.
the same values in each row has to be repeated, and here in each row the value is same. And of course here you can see how these stats can be printed and how alphabets and how you can print like this. And here these things are, we call it as left diagonal, only you are printing the left diagonal. So how differently you can print, that means here I think if I go with this one, I'll make one change so that എവിടെ ഓക്കെ ഒരു മിനിറ്റ് അവിടുത്തെ that you will get this one. I'll make some one change, I'll get this one like this. So what are the changes I need to do, that we'll learn here. And these sort of the patterns, if I get this pattern and how to go for this pattern, this one here I have given some 6 number of patterns, how easily you can implement when I give like this patterns. That means here you can observe the values are decrementing like 3 2 1 4 3 2 1. Here the values are incrementing 1 2 3 4 1 2 3 4, and here from 1 ഉണ്ടല്ലേ 2 1 like this. Here from 5 values to 4 4 values to 3 values. So now if these types are given, how easily you can write I loop and j loop. I'll make a simple trick here so that you can understand and you can write any sort of the patterns which are similar to ഏതാ മനസ്സിലായില്ല നോയ്സ് ക്യാൻസലേഷൻ ഫസ്റ്റ് ടൈം ആ ബുദ്ധിമുട്ടൊക്കെ do this are given, you can easily implement. And now what if I have given this sort of the pattern, so how to write the logic easily for this one also we'll see. Now coming to this one, of course it is a left diagonal, the stars are printed, and here also, but we here started with 5 stars to 1 star, here's 1 star to 5 star. What about this one? So in between you don't find any star, only on the outer lines you find stars. What about this one? And here you can observe till now whatever the patterns I told you, in all patterns the numbers whatever you have taken are repeated. Like if I take here 1, here 2 1, here 1 2 1, that means 1 is repeated. Here 3 2 1, 2 is also repeated like this. But if I go to this one, this pattern no number is repeated. So how to write a program for these type of questions? And what about this one? Only 2 numbers are there which are zeros and ones. If this is the case, how easily you can implement? Of course you may have different perceptions and you can get the answers in different way, but here I want to explain in easiest way how you can get the answer. So that is what my intention. Now here you can observe until now the patterns which you have printed where you cannot find spaces in the starting. That means if you see this one, even in the first position, if you see this one from the first position in the next line you are printing, in everything you can say first position you are printing. But if you see these sort of the pattern, this pattern,
First you need to print the spaces, then you need to print the number. Next you need to print the spaces. How to print that? So if you observe here, if I have 5 spaces, here it will be 4, here it will be 3, here it will be 2, here it will be 1. Now how to write a code when it is a decrementing spaces? Sometimes you may have incrementing spaces also. That also I'll show you how to write for that one. So for example, I'll tell you for this one. If I go for this pattern, this sort of the pattern, these you can see here, if it is 1 space, here 2 spaces, 3 spaces, 4 spaces, 5, like this. So how to write the logic for these things also we'll see. Now how to implement and how to write the logic easily we'll see. Now coming to this one, how to implement this one. If I get this one, this is a very easiest way. This part also you can implement. Anyway, this is a right diagonal, this is like a pyramidal, where here also you first have to print the spaces. Now coming to this one, here if you clearly observe, for first 5 rows whatever you have, the next 5 rows also same but in reverse. You can observe here, 5th row is 1 2 3 4 5, 6th row is equal to 5th row, 7th row is equals to 4th row, 8th row is equals to 3rd row, 9th row is equals to 2nd, like this. So that means whatever I print first 5 rows, if I want to print the same thing in reverse, what you need to do, the logic. So here I don't want to write the logic like I is equals to number of rows. Okay, I conditioned up to number of rows. So I'll print, if you get this answer, I think 99% your answer is over. So how, if I get this one, how to get this answer? That means the middle row, so which should not be repeated here. You can see here 1 2 3 4 5 2 times you have, here only 1 time you have. How to answer these things. Now coming to this one, if I get this answer, how to get this answer from this one. After that, how to get this one from this one. How to get this answer from this one. That means first if you get this answer, I think 95% of your program is over. Let us suppose if I want to get this one, you first have to implement this one. If you get this one, that is 95% of your answer is over. So I'll tell you that logic and tricks also, how to get that answer. First I'll implement this one, I'll make some changes, I'll get this one. I'll make only few changes, I'll get this one. I'll make one change, I'll get this one. So how to do that one easily and how to remember, that also I'll explain. Coming to this one, so print on the left part is 1 2 2 1. So instead to get again simple sort left, but there is no one. So the do this outer line, outer 3, next 2, and in between, in middle, center, that is 1. So after implementing like this, how to make, whenever if I give, let us suppose n equals to 4, this is the output. What if I give n equals to 5? This must be the output. Now how to implement a program where a user will give the input as n. According to that you have to print like this pattern. Let us suppose if I give input as 7, the output should be all outer line 7, next 6, next. So you have to print space. How easy? What about the first two odd numbers 4 even. And here it's like how to implement the particular pattern immediately, is making some changes so that you will get the another pattern, so that you can understand it is easily, and you can remember this logic, so that whatever the new pattern is given, how easily you can understand and you can implement and getting the output. So all these patterns I will implement, I'll show with execution and output. So we'll start now. We'll go to the first one. First I'll take a variable j, and here I'll write one logic for j. So all these patterns I will implement, I'll show with execution and output. So we'll start now. We'll go to the first one. First I'll take a variable j, and here I'll write one logic for j is equals to 1, j less than or equals to 5, j plus plus. Inside it I'll print j.
Now can you guess what is the output? Simply we can say that the output will be 1, 2, 3, 4 and 5. So we'll see this one with execution. So like this you will get the output as 1, 2, 3, 4, 5. Anyway, if I keep one space here, so each number will be printed separately. Like this 1, 2, 3, 4, 5. Now I want to print these 1, 2, 3, 4, 5, whatever I printed. I want to repeat this 4 times. That means 1, 2, 3, 4, 5, again 1, 2, 3, 4, 5, again 1, 2, 3, 4, 5, again 1, 2, 3, 4, 5. So what I need to do here, what is the logic to be written? That means here the for j loop has to be repeated 4 times. So how to repeat this one 4 times? So I'll take one more variable here I, where I'll write here I loop, where this I loop, that means inside of I loop j loop should exist. That means in order to repeat this j loop, that means the line number 6 to 9, in order to execute this one 4 times, I will write I loop, where I loop starts from 1, I equals to 1, I less than or equals to 4, and I plus plus, like this, and I'll open brace here and I'll close this one here. Now that means the j loop will be repeated 4 number of times. So now you can see the output. So like this 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 1, 2, 3, 4, 5. That means 4 times it is repeated. Now my question is, after printing 1, 2, 3, 4, 5, the next 1, 2, 3, 4, 5 has to be printed on the next line, and next 1, 2, 3, 4, 5 has to be printed on the next line, and next will be on the next line. What is the change that you need to do in this program? So we need to do here, after printing j loop, after the completion of every time j loop, you have to go for the new line. So how to go for the new line? I will write /n. So /n is a escaping sequence which is used to print the next number, next row in the new line. So like this. Now every time j loop completes, it goes to the new line and the next value of I will be taken, and like this it will come. So what actual execution here happens here is, first I equals to 1, here j equals to 1. So j equals 1, 1 less than or equals 5. Is it true? Yes. It goes inside and prints j value, next j plus plus, next j value is 2, of course true, 3, 4, 5, up till that it is true. When j is 6, then it comes out of the loop for j loop and /n goes to the new line, and now I value is 2, 2 is less than or equals 4. Yes. Now it goes to the j loop again 5 times, again new line. Now what is the next I value? That means I plus plus, that means I value is 3, 3 is less than or equals 4. Yes, true. So like this it will be repeated 4 number of times. You can see the output here. So that means 1, 2, 3, 4, 5 is repeated 4 times. Now we can see that this is a one pattern.
Here you can observe clearly this pattern has 4 number of rows and 5 number of columns. So what is my basic observation is like, okay, I have given I up to 4, that's why it is given 4 number of rows. That means I might be with respect to the number of rows, whereas j is constrained up to 5. That means j is with respect to the number of columns. So like this I can have basic observation. Now if I take, let us suppose if I is also 5, now you can see the output. So it is printed 1 2 3 4 5 times. That means 5 number of rows you are getting. This is our basic pattern that we can print. Now this pattern we have printed exactly 1 2 3 4 5 like this. So now how to get this pattern from this pattern? Here you can observe in each row the values are same. First row all values are 1, second row all values are 2, third row all values are 3, fourth row. So what is our basic observation here is, okay, I'm saying first row in the sense I told you like it is with respect to I. Of course column means with respect to j. So in the first row what I am printing 1 means that I value only I am printing. Second row 2, that means I value. Third row 3, I value, like this. So here our basic observation is, instead of printing j value I will print I value so that I may get this output. We will check this one. So in this one if I print j we are getting like that output, that is 1 2 3 4 5 1 2 3 4 5 like this. But if I print I simply without changing anything except this one, you can see the output directly. What happens? So over you can see the output whichever is required we are getting, that is 1 1 1, this one 4 5 like this. But if I print I simply without changing anything except this one, you can see the output directly. What happens? So over you can see the output whichever is required we are getting, that is 1 1 1. That means in the first row whatever it may be j value, you are printing I value only. J here if you consider here I value is 1, j also 1. What you are printing? I value, that's why 1. Here I value is 1, j value is 2, but you are printing I value, that's why 1. That means I is repeating j number of times. So I is repeating, 1 is repeating 5 number of times. Second row I value 2 is repeating j number of times, 5 times. So like this it will print the output. So like this you can get the second pattern. So instead of printing j in the first program I'm just changing in place of j, that is I. So that's why you are getting the required output. Now what about this one? So here you can simply have 5 number of stars like this in
കണ്ടൊരു 19 മിനിറ്റായി. എഴുതി എഴുതി പോയത്. In 5 rows 5 columns. So how to do? So here what I'll do here, instead of printing I or J, I'll print simply star, so that we'll get this output. We'll see this one. So here instead of printing I or instead of printing J, I'll simply keep here star. Of course you can keep space or not, it's up to you. We'll see what is the output we'll get simply. So don't change I value, I loop and J loop, only simply put star, that's why. So 1 to 5 times every time, of course 5 rows 5 columns, it will be printed. We'll see the output. So you can see the output here, 5 rows 5 columns, you are printing star. Like this we need to connect one program to the another program. I'm not writing separate program for each one, I'm just connecting one program to the another program. We'll go to the next pattern. So how to print this one? Of course the same number of rows and columns. But in place of 1 I need to print A, in place of 2 I need to print B, in place of 3 I need to print C, like this I need to print. So how to print these values, A B C D E, A B C D E, like this. So how to print, we'll see. So in general what we'll do is, in place of 1 I need to print A. How to print A? First of all I'll go for this pattern anyway, we have done that program. We'll first go for that. Afterwards how to complete this one we'll see. So instead of printing star, again I'll go for the previous one. So where I printed J, so that's why you are getting output as 1 2 3 4 5. Now in place of 1 I need to print uppercase A. So how to print uppercase A? A means it's a character, of course uppercase alphabet. Now I'll connect with ASCII values. What is the ASCII value of A? Which is 65. ASCII value of B is 66. So how to print? A B C D means 65, 66, 67, 68, 69. So I need to take these values, but percentile C I need to take. That means the respective character I need to take. So how to consider this one? How to do this one we'll see. So can I do like this? First of all, let us suppose instead of printing J, what is J value? 1. In first, what is the J value? 1. So instead of, shall I start with J equals 65 to 69? Shall I go with I value 65 to 69? If you do like this, you will get confused. This is somewhat complex, you feel. So what is the easiest way to get that answer is, so first I'll take, I need to print 65. How to get 65? So here what is the J initial value? 1. How much I need to add to get 65? I will add 64. So now you can see 64 plus 1, 65. So instead of printing percentile D, I'll print percentile C. So now this value will become, if J equals to 1, 1 plus 64, 65. What is ASCII character? A will be printed. Next J value is 2. 2 plus 64, 66. 66. Now what is ASCII value of 66? B. So like this it will print for 5 columns and 5 rows. You can see the output. So you can see the output here, A, B, C, D, E, like this. You can print the output. So this is what you need to learn when you print, when you want to print like this alphabets.
So simply in place of percentage d you have to give percentage c. In place of printing j you have to print j plus 64. Simply your answer is over. We'll go to the next pattern. So one more pattern, that is 54321 54321. Till now the values are incremented every time. That means 1 2 3 4 5 you have said. Now the values are decrementing. How to do this one? We can see. So that means your values are starting with 5 up to 1. So how to write this is 5 up to 1? You can see here. So 5 up to 1, that's why I'll write here j value initial. ഒന്നും ചെയ്തില്ല. മാറ്റി ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അയ്യും ചെയ്യും ലോജിക് എന്താ പറയാ? അല്ല, അത് പറയാൻ അത് ഓടുന്നതനുസരിച്ച് നമ്മൾ ചെയ്താൽ അതിനായിട്ട് വന്നു. ഓക്കെ, നമ്മൾ എത്ര ഏജ് 5 ആണ് കൊടുത്തേക്കുന്നത്. 5 ഓക്കെ 5 വരെ. അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ് 1 to 5. താഴെ പോകുമ്പോൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഐ മൈനസ് ജെ. ആദ്യം ഐ വന്നല്ലേ, ഐ മൈനസ് ജെ 0, ഐ മൈനസ് ജെ 0. ആദ്യം വന്ന് പ്രിൻ്റായി. വന്ന് പ്രിൻ്റായി ഐ മൈനസ് ജെ 0 പ്ലസ് 1 വന്ന് പ്രിൻ്റായി. താഴെ വന്നു ന്യൂ ലൈൻ വന്നു. പിന്നെ വീണ്ടും കൊണ്ടേ വരിക. കൊണ്ടേ വന്ന് റൺ I2 ആയി. I2 ആയി താഴെ വന്ന് J2 അല്ല I2 ആയി 2 മൈനസ് ജെ അല്ല, അതിൽ പോകുമ്പോൾ J2 ആവും. എന്നിട്ടേ I2 ആവത്തുള്ളൂ. J ആയിട്ട് 2 ആയി. എന്നിട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ താഴെ വരും. അപ്പം എന്നിട്ട് J ലെസ് ദാൻ ഓർ ഈക്വൽ J എത്ര 2 അല്ലേ? ആ J 1 ആവും. എന്നിട്ട് ഇവിടുന്ന് താഴെ ഇവിടുന്ന് J 1 ആയി പ്രിൻ്റായി. പിന്നെ വീണ്ടും അത്
നോക്ക് ഫസ്റ്റ് രണ്ടും വണ്ണ് പ്ലസ് വൺ മുകളിൽ പോകും. അപ്പോൾ ഐ ടു ഐ ജെ വണ്ണ് ഐ അപ്പം 2 മൈനസ് 2 മൈനസ് 1 1 പ്ലസ് 1 2. പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ ഇത് രണ്ട് 2 അപ്പോൾ വീണ്ടും 2 മൈനസ് 2 0 1. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? സംഭവം കിട്ടിയല്ലോ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് പറഞ്ഞില്ല. എഴുതുക എഴുതുമ്പോൾ എഴുതി പറ്റില്ലല്ലോ. മനസ്സിൽ കാണണം. അത് ഇംപ്ലൂസാണ്. നേരത്തെ മൈസത്തിൽ നോക്കിയപ്പോൾ അയാള് ഇപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. ഇത് മറ്റേ ഇത് ഇപ്പൊ വെച്ചില്ലേ, അതിന് നോക്കിയപ്പോൾ ഇല്ല, ജസ്റ്റ് 2 ഫോർ വെച്ചിട്ട് പറ്റുന്നത്ര കണ്ടിട്ട് നിർത്തുക. പിന്നെ വേറെ ഒന്നും പറ്റുന്നത്ര സിമ്പിളായിട്ട് വെച്ചാൽ പറഞ്ഞു പോയിരിക്കും. ഇതാ നല്ല ഏതാ ഇത് കൊള്ളാം. രണ്ടാമത്തെ ഇപ്പൊ വേണ്ട. പക്ഷേ അത് നമ്പേഴ്സിന്റെ കേസിലൊക്കെ സ്റ്റാർ അടിക്കണമെങ്കിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. സ്റ്റാർ വരുമ്പോൾ നോക്കിയോ നേരത്തെ അടിച്ചെടുത്ത് ഉണ്ടാവും. Initially 5 I can keep. What is the last value of j? Every time j value should be decremented, and then you may have confusion like sometimes, of course, what is the last value of j is 1, but you may have sometimes confusion like whether you have to write here j less than or equals to 1 or greater than or equals to 1 here. So how to write, how to remember either it's greater than or less than. Remember clearly, if you write here plus plus, here it should be less than. If you write here minus minus, here you need to write greater than simply. If you write in reverse, it will be to value 1. You can see here. So 5 1. You can see 4 5. You have 5 4. We'll go to the next pattern. Your answer is until like this. See this, it will print for 5 columns and 5 rows. You can see the output. So you can see the output here, A B C D. Print the output. So this is what you need to learn when you print, when you want to print like this alphabets. So simply
Thank you.